പക്ഷേ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞു. ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിലാണ് ചണ്ഡികാ ഹോമം കൂടുതൽ നടന്നു കേട്ടിരിക്കുന്നത്. കേരളത്തിൽ വളരെ അപൂർവമായാണ് ചണ്ഡികാ ഹോമം നടക്കുന്നത്. ഞാൻ കേട്ടിരുന്നു ഇവിടെ കൈലാസി മഠം മാഷിന്റെ മഠത്തില് ആദ്യത്തെ ശനിയാഴ്ചയും എല്ലാ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഇവിടെ ചണ്ഡികാ ഹോമം നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് വിവരിക്കാം. ഈ ചണ്ഡികാ ഹോമം സാധാരണ കേരളത്തില് അങ്ങനെ പൂജ ചെയ്യുന്ന ആളുകൾ ചെയ്യാത്തൊരു ഹോമമാണ്. ഇത് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മൂകാംബികയിലാണ് ഇത് നടന്നു വരുന്നത്. പിന്നെ വളരെ അപൂർവമായി ചില ക്ഷേത്രങ്ങളിൽ ചണ്ഡിഹോമം നടത്തിയിട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പണ്ട് നടത്തിയിരുന്നു. എടപ്പള്ളിയിൽ വെച്ചിട്ട് ഞാനും മൂകാംബികയിലെ അടികളും കൊടുങ്ങല്ലൂർ അടികളെല്ലാം കൂടി വലിയ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചണ്ഡിഹോമം നടത്തിയിരുന്നു. ചണ്ഡിഹോമത്തിന്റെ പ്രത്യേകത ചണ്ടൻമുണ്ടന്മാരെ വധിച്ച്, അതായത് എല്ലാ ദുഷ്ടനാഥകളെയും നിഗ്രഹം ചെയ്ത് അസാധ്യമായതിനെ സാധിക്കുന്ന തരത്തിലുള്ള ദേവിയുടെ ശക്തിവിശേഷമാണ് ചണ്ഡിക എന്നുള്ളത്. ശരിയായ മഹാമായ തന്നെയാണ് ചണ്ഡികയായിട്ട് മാറുന്നത്. ചണ്ടൻമുണ്ടന്മാരെ വധിച്ചതുകൊണ്ടാണ് ചണ്ഡിക എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ ചണ്ഡികാ ഹോമത്തിന്റെ പ്രത്യേകത മറ്റുള്ള ഹോമങ്ങളിലൂടെ പോലും നടക്കാത്ത കാര്യത്തെ, ഉദ്ദിഷ്ട കാര്യത്തെ സാധിക്കും എന്നുള്ളതാണ് ചണ്ഡികാ ഹോമത്തിന്റെ പ്രത്യേകത. അതിന് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ധാരാളം പൈസ ചെലവായിട്ടാണ് ചണ്ഡിഹോമങ്ങൾ നടത്തുക. ഒരു ചണ്ഡിഹോമം നടത്തണമെങ്കിൽ 10,000 രൂപ ചെലവുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനും താല്പര്യത്തിനും വേണ്ടി ഞാൻ ചണ്ഡിഹോമം ചെയ്യുന്നു. അപ്പോൾ ഭക്തജനങ്ങൾക്ക് മുഴുവൻ ഒന്ന് പങ്കെടുക്കുകയും അവർക്ക് സ്വമേധയാ ചണ്ഡികാ ഹോമം ചെയ്യുകയും ചെയ്യാം. ആ ചണ്ഡികാ ഹോമത്തിൻ്റെ ആചാരഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും പാരായണവും ഒന്നും ചെയ്യണ സമയത്ത് സമിത്തുക്കൾ അവരുടെ കയ്യിൽ കൊടുത്ത് അതിൻ്റെ ധ്യാനമന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് സ്വയമേവ ഹോമം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കും. അതിന് ഇത്തരത്തിലുള്ള ചെലവുകളില്ല. സാധാരണ ചെലവാക്കുന്ന പൈസയുടെ 10-ലൊന്നോ 50-ലൊന്നോ 100-ലൊന്നോ മാത്രം ആ സാധന സാമഗ്രികൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ അതുപോലും അവർക്ക് ചെലവില്ലാത്ത തരത്തിൽ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം സാധ്യമാണ് ചണ്ഡികാ ഹോമത്തിൻ്റെ ഫലം. എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്, എല്ലാവരും ചെയ്യേണ്ടതുമാണ്.